നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 7-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഏപ്രിൽ 2-ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വിലയിരുത്തും. ഒറ്റഘട്ടമായിട്ട് നടത്താനാണ് ആലോചന. അതേസമയം അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടികൾക്ക് സർക്കാർ തീരുമാനമെടുത്തു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല. ഏതെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുന്നതായിരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് മതിയായ സഹായക കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെയൊക്കെ തന്നെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുജനങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കുന്നതായിരിക്കും. അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാനായിട്ട് IT വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മികച്ച ഒരു പേഴ്സണൽ ലോൺ തിരഞ്ഞെടുക്കുമ്പോൾ പണലഭ്യതയിലെ വേഗതയും തിരിച്ചടവിലെ സൗകര്യവുമാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 ലോണുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ഓപ്ഷനാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് മണി. ഇതാകട്ടെ 10 ലക്ഷം രൂപ വരെയുള്ള പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് ലൈൻ നൽകുന്ന ഒരു ലോണാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ നൽകിയാൽ മാത്രം മതി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, പേപ്പർ രഹിതമായ ഡിജിറ്റൽ നടപടികളിലൂടെ ലഭ്യമാകുന്ന ഈ ലോണിന് ഫോർക്ലോഷർ ചാർജുകൾ ഇല്ലെന്ന് മാത്രമല്ല, പലിശ നിരക്ക് വർഷത്തിൽ 9.99% മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നു. 9 മുതൽ 60 മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധിയും ഇത് വാഗ്ദാനം ചെയ്യും. 730 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് ഇതൊരു മികച്ച സാമ്പത്തിക പരിഹാരമാണ്. ഇനി മറ്റൊന്ന്, അടിയന്തരമായിട്ട് പണം ആവശ്യമുള്ളവർക്കും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കും അനുയോജ്യമായ രീതിയിലാണ് റാം ഫിൻകോർപ്പ് പേഴ്സണൽ ലോൺ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വെറും 1 മിനിറ്റിനുള്ളിൽ ലോൺ അപ്രൂവൽ ലഭ്യമാകുമെന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയുള്ള അപേക്ഷാ രീതിയും ലളിതമായിട്ടുള്ള രേഖകളും മതി എന്നതും ഈ ലോണിനെ ഏറെ ആകർഷകമാക്കുന്നു. അപ്രൂവൽ ലഭിച്ചാലുടൻ തന്നെ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും. മാത്രമല്ല, 24 മണിക്കൂറും ലഭ്യമായ കസ്റ്റമർ സപ്പോർട്ടും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ആപ്പും അടിയന്തര ഘട്ടങ്ങളിൽ വളരെ ഉപകാരപ്രദമാണ്. ചുരുക്കത്തിൽ, കൃത്യമായ സാമ്പത്തിക പ്ലാനിംഗ് ഉള്ളവർക്ക് IDFC ഫസ്റ്റ് മണി മികച്ചതാകുമ്പോൾ പെട്ടെന്നുള്ള പണത്തിന് റാം ഫിൻകോർപ്പ് മികച്ചൊരു ആശ്രയമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായിട്ട് ബയോയിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്കും പുതിയ ബിൽഡിംഗ് കാർഡ് ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ നടന്നുവരുന്ന വാർഡ് പുനർവിഭജന നടപടികളൊക്കെ തന്നെ പൂർത്തിയാകുന്നതോടെ എല്ലാ കെട്ടിടങ്ങൾക്കും പുതിയ നമ്പറുകൾ അനുവദിക്കും. പുതിയ നമ്പർ നിലവിൽ വരുന്നതോടുകൂടി ആധാരമോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ തിരുത്തേണ്ടി വരുമെന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ പുതിയ ബിൽഡിംഗ് കാർഡിൽ കെട്ടിടത്തിന്റെ പുതിയ നമ്പറിനൊപ്പം തന്നെ പഴയ നമ്പറും വ്യക്തമായി രേഖപ്പെടുത്തുന്നതിനാൽ തന്നെ നിലവിലുള്ള ഔദ്യോഗിക രേഖകളിൽ യാതൊരുവിധ തിരുത്തലുകളും വരുത്തേണ്ടതില്ലെന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ അറിയിച്ചു. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച K-സ്മാർട്ട് സോഫ്റ്റ്വെയർ മുഖേനയാണ് കെട്ടിട നമ്പറുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ ക്രമീകരണം അനുസരിച്ച് ആദ്യം വാർഡ് നമ്പറും തുടർന്ന് കെട്ടിട നമ്പറും വരുന്ന രീതിയിലാകും നമ്പറുകൾ നൽകുക. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായിട്ട് നമ്പറുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യവും ഈ സംവിധാനത്തിലുണ്ട്. കൂടാതെ K-സ്മാർട്ട് പോർട്ടലിലൂടെ കെട്ടിട ഉടമകൾക്ക് തങ്ങളുടെ പഴയ നമ്പർ നൽകിക്കൊണ്ട് പുതിയ നമ്പർ ഏതെന്ന് ലളിതമായിട്ട് കണ്ടെത്താനും സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ കർഷകർക്കും കാർഷിക സംരംഭകർക്കും ഒക്കെ തന്നെ പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് ധനസഹായത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതികളിലൂടെ ശാസ്ത്രീയമായ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനവും വിപണനവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. കൃഷിക്കാർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്കും സംരംഭകർക്കുമൊക്കെ തന്നെ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കാർഷിക വൃത്തിയെ ഒരു ലാഭകരമായ വ്യവസായമാക്കി മാറ്റാൻ സാധിക്കും. കാർഷിക വിജ്ഞാപന വ്യാപനത്തിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ മുൻഗണനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള ഉൽപ്പന്ന പരിപാലനവും വിപണനവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഫാം ഗേറ്റ് പാക്ക് ഹൗസ്
ഹൗസുകൾ, അതോടൊപ്പം തന്നെ പ്രൈമറി മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, സോളാർ ഡ്രയറുകൾ എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. കൂടാതെ ശീതീകരണ സംവിധാനങ്ങളുള്ള റീഫർ വാനുകൾ, അതോടൊപ്പം തന്നെ കോൾഡ് ചേംബറുകൾ, ചെറുകിട നഴ്സറികൾ എന്നിവയൊക്കെ ആരംഭിക്കാനും അവസരമുണ്ട്. പ്രൊജക്ട് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ചാണ് ധനസഹായം നൽകുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെടും. അപേക്ഷ നടപടികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താല്പര്യമുള്ളവർ 9383470927 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കുകയാണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 20-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും നടത്തുക. ഇനി മുതൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. നിലവിൽ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങളുടെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ കാലം മുതൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ അവർ മാത്രം ഇപ്പോൾ അത് വീണ്ടും സമർപ്പിച്ചാൽ മതിയാകും. ഇത്തരക്കാരുടെ പട്ടിക പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ സർക്കാർ പൊതുവായിട്ട് എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കാലാകാലങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യമായി തന്നെ സമർപ്പിക്കുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സംസ്ഥാന ബജറ്റിൽ 2500 രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, പെൻഷൻ വർധനവ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ാം തീയതി അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് നിരവധി ആളുകൾ സംശയങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. ഇതിനായിട്ട് ഓൺലൈനായി അപേക്ഷിക്കാൻ ഈ മാസം വീണ്ടും അവസരം നൽകുന്നതായിരിക്കും. നിലവിൽ ലഭിച്ചിട്ടുള്ള 39,682 അപേക്ഷകളിൽ അർഹതപ്പെട്ടവർക്ക് ജനുവരി 15-നകം തന്നെ PHH പിങ്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്നും 2026 ജനുവരി 31-നകം തന്നെ അർഹരായ എല്ലാ കുടുംബങ്ങളും അപേക്ഷ നൽകിയെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് 2389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6950 പേർക്ക് കാർഡുകൾ ഉടൻ തന്നെ തരം മാറ്റി നൽകുന്നതാണ്. കൂടാതെ പൊതുവിതരണ വകുപ്പ് 1 ലക്ഷം മുൻഗണനാ കാർഡുകൾ കൂടി പുതുതായിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാൻ കഴിയാത്തതിനാൽ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ പെടാതെ പോയിട്ടുള്ള 56,932 പട്ടികജാതി കുടുംബങ്ങളെയും 2046 പട്ടികവർഗ കുടുംബങ്ങളെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ നേരിൽ ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുകയും അവർക്ക് മുൻഗണനാ കാർഡുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് പൊതുവിഭാഗത്തിൽ നിന്നും സമാനമായിട്ടുള്ള നടപടികളിലൂടെ അർഹരായവരെ കണ്ടെത്തുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവില കുതിപ്പ് തുടരുകയാണ്. ഇന്നലെ ചൊവ്വാഴ്ച ജനുവരി 6-ാം തീയതി പവന് ഒറ്റയടിക്ക് 440 രൂപയാണ് വർദ്ധിച്ചത്. 1,01,800 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായിട്ട് 55 രൂപയാണ് വർദ്ധിച്ചത്. 12,725 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില. 2 ദിവസത്തിനിടെ 2,200 രൂപയാണ് വർദ്ധിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകർ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.